ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന സ്നേഹസംഗമത്തിന്റെ 205ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. സ്വയം ശാന്തരാ എന്ന ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ സ്നേഹസംഗമം ആരംഭിക്കാം. 205ാമത് സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി സിബി വർഗീസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിബി, വെൽക്കം ടു സ്ക്രീൻ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രഭാവങ്ങളും നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. ബന്ധങ്ങളിൽ എന്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. താങ്ക് യു. താങ്ക് യു സിബി. വളരെ നന്നായിട്ട് പ്രാർത്ഥന ഗാനം ആലപിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു.
അടുത്തതായി നമുക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി ഷാലി വെങ്ങിനിശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന 205ാമത്തെ സ്നേഹ സംഗമത്തിലാണല്ലോ നാം എല്ലാവരും. ആദ്യമായി തന്നെ നമ്മുടെ പ്രിയങ്കരനായ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ്ബ് ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പ് CMI അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന സേവനഗിരി സേവനാലയ സൊസൈറ്റി സൈക്കോ സോഷ്യൽ പുനരധിവാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചിറയിലുള്ള റവറന്റ് ഫാദർ ജിൻഡോ CMI ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അമല മെഡിക്കൽ കോളേജ് തൃശൂർ ഡോക്ടർ ജോയ് എന്നിവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അവതാരകയായ കുമാരി സിമിൻ സെബാസ്റ്റിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിപ്പോർട്ട് വളരെ മനോഹരമായി വ്യക്തതയോടെ അവതരിപ്പിക്കുന്ന കുമാരി ലീന MJ നാട്ടിക എന്നിവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്നേഹ സംഗമത്തിന്റെ പ്രാർത്ഥന ആരംഭിച്ച കുമാരി സിബി വർഗീസ് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ PRO ശ്രീ പിയൂസ് കോട്ടപ്പുറം എന്നിവരെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമത്തിൽ നന്ദി പറയുവാൻ എത്തിച്ചേർന്ന ശ്രീ ജിഫിൻ ഇരിഞ്ഞാലക്കുട എന്നിവരെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും എന്റെ കൂട്ടുകാർക്കും എന്റെ പേരിലും ഈ ദർശന ക്ലബിന്റെ പേരിലും ഞാൻ അതീവ താല്പര്യത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാലി, ഒത്തിരി നന്ദി. എല്ലാവർക്കും വളരെ നന്നായിട്ട് സ്വാഗതം ആശംസിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട് വായിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും കുമാരി ലീന MJ നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി പറയാണ്, ആരും എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന നേരത്തെ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. 2024 ജനുവരി ദർശന സർവീസ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവനും മുഖ്യമായി ഭിന്നശേഷിക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെയും സർവോത്മുഖ പുരോഗതിക്കായി പ്രവർത്തിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റു വിവിധ ഗ്രൂപ്പുകൾ: ക്രിക്കറ്റിനു വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീം, കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, അവരുടെ തന്നെ ഓർക്കസ്ട്ര ടീം, ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കാഴ്ചപരിമിതർക്കുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറഞ്ഞവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരത്തിനായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് അവരെ സജ്ജമാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുപാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ നടത്തിവരുന്നു. മത്സരത്തിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണിത്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവെക്കുന്നതിനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഉറവ ചലനപരിമിതർക്കും കാഴ്ചപരിമിതർക്കും വേണ്ടിയുള്ള ഗ്രൂപ്പാണ് ജീവന്റെ ഉറവ എന്ന ഓർക്കസ്ട്ര ടീം. ചാനലുകളിലും മറ്റു വേദികളിലും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പോകാറുണ്ട്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വ്യതകൾ പരസ്പരം പങ്കുവെക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നു. മാർഗദർശികൾ ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ മാർഗദർശികൾ എന്ന അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. ഈ അഭിമുഖത്തിൽ ചലനപരിമിതരും കാഴ്ചപരിമിതരും ഉയരം കുറഞ്ഞവരുമായ 436 പരം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി.
അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണിത്. വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ധൈര്യം സംഭരിച്ചു വരുവാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ഏറെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ ഗ്രൂപ്പാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാകാനും ഇവർക്ക് സാധിക്കുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനകരമായ ചാനലായി മാറിയിരിക്കുന്നു. 9,500 പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും ആത്മീയ ഉന്നമനത്തിനു വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ യൂട്യൂബിലൂടെ നടത്തി വരുന്നു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് അത്ലറ്റ് മീറ്റും നടത്തി വരുന്നു. വീൽ ചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും കലോത്സവങ്ങളും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദസഞ്ചാര യാത്രകളും സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന സുമനസ്സുകളുടെ DSS ഗ്രൂപ്പും ദർശന ഫ്രണ്ട്സും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ക്രിയാത്മകവും നൂതനവുമായ ചിന്തകൾ പങ്കുവെക്കുന്നതിന് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ഒരു ഉപദേശക സമിതി പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 1:30 ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മ ഓൺലൈനിൽ നടത്തി വരുന്നു. 70 പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിലൂടെ നടത്തിവരുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിലൂടെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയുള്ള പരിചയപ്പെടുത്തലുകളും സമൂഹത്തിൽ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും നടത്തിവരുന്നു. റിപ്പോർട്ട്. സ്നേഹം നിറഞ്ഞവരെ, 17/5/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് ദർശന ക്ലബ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന 204ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം ലീന MJ നാട്ടിക. പ്രാർത്ഥന ജെസ്സി ജെയ്സൺ. സ്വാഗതം മേരി വടൂക്കര. റിപ്പോർട്ട് ശ്രീ ജോസേട്ടൻ കൊരട്ടി. അധ്യക്ഷനായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ തലവെച്ച് കൊടുക്കരുത്. പക്വതയോടെ സ്വന്തമായി ചിന്തിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെയും ജീവിതത്തെയും ക്രമപ്പെടുത്തണം. ആരുടെയും കൂടുതൽ ഇടപെടൽ അനുസരിച്ച് ജീവിക്കാൻ പാടില്ല. ലൈസൻസ് എടുത്തു കൊടുക്കാനുള്ള ദർശന ക്ലബിന്റെ ശ്രമത്തിൽ എല്ലാവരും പങ്കുചേരുക. മുഖ്യ അതിഥിയായി എത്തിയത് അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിക്കൽ വിഭാഗത്തിൽ PG ചെയ്യുന്ന ഡോക്ടർ അമിനു താഹ എന്ന മാഡമാണ്. ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രിക്കുക, കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുക. ഇത് ഒരു നിശബ്ദ കൊലയാളിയാണ്. പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത കാരണം പക്ഷാഘാതം, വൃക്കരോഗം, ഹൃദയാഘാതം എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നു. പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഉപ്പ് കുറയ്ക്കുക, പഴങ്ങൾ, പച്ചക്കറികൾ ധാരാളം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, പപ്പടം, അച്ചാർ ഒഴിവാക്കുക, മദ്യപാനം, പുകവലിയും ഒഴിവാക്കുക. ആരോഗ്യകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ. ആശംസ പറയാനെത്തിയത് ശ്രീ സുബ്രഹ്മണ്യൻ അയ്യർ സാറാണ്, കേന്ദ്രീയ വിദ്യാലയം, എറണാകുളം. ഞാൻ ആദ്യം തന്നെ ദർശന സർവീസ് സൊസൈറ്റിയോട് എന്റെ കടപ്പാട് അറിയിക്കുന്നു. ദർശന ക്ലബ്ബ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടി പറ്റിയ ഒരു സന്ദർഭമായിരുന്നു കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികൾ അർഹതയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് ദർശന സർവീസ് സൊസൈറ്റിയുടെ സോളമനച്ചനെ കാണാൻ വഴിയുണ്ടായത്. ദർശന സർവീസ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നന്മ ആശംസിക്കുന്നു. ഈ നന്മ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ USS, UK, അബുദാബി എന്നിവിടങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ പങ്കുചേർന്നു. ഞങ്ങളുടെ ഉള്ളിലെ ബന്ധങ്ങൾ കൂടുതൽ കൂട്ടാൻ ഈ സംരംഭം സഹായിച്ചു. അർഹതപ്പെട്ട കുട്ടികൾക്ക് പ്രത്യാശയുടെ കിരണങ്ങളാണ് ഇത് മൂലമുണ്ടായത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും. എല്ലാ കുട്ടികൾക്കും പ്രാർത്ഥനയുണ്ടാകും. എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.
പിയൂസ് കോട്ടപ്പുറത്തിന്റെ ജന്മദിനാശംസകൾ ആശംസകൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്തു. LCTPയുടെ ഹൃദ്യമായ നന്ദിയോടെ 204 സ്നേഹസംഗമം അവസാനിച്ചു. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു ചേച്ചി, വളരെ നന്നായിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കുമല്ലേ? പാസ്സാക്കിയിരിക്കുന്നു. ഓക്കെ. അടുത്തത് നമ്മുടെ അധ്യക്ഷ പദവിയിൽ എത്തിയിരിക്കുന്ന റെവറൻ ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMIHനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ എൻ്റെ ദർശനയുടെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് സ്വാഗതവും നന്ദിയും അർപ്പിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കഥ കേൾക്കാനായിട്ടിടയായി. കഥ വേറെ വലിയ കഥയൊന്നുമല്ല. ഒരു രാജാവ് തൻ്റെ പ്രജകളെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, അടുത്ത രാജ്യഭരണം ഞാൻ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വ്യക്തിനെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കർത്തവ്യം ഇത്ര മാത്രമാണ്. ഞാൻ നിങ്ങൾക്കായിട്ട് പലതരം വിത്തുകൾ ഞാൻ നൽകാം. ഈ വിത്തുകൾ കൊണ്ടുപോയിട്ട് അത് മുളപ്പിച്ച് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അടുത്ത വർഷം ഇവിടെ എത്തിച്ചേരണം. അപ്പോൾ ഞാൻ അതില് ആരാണ് വിശ്വസ്തൻ ഉത്തമൻ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഭരമേൽപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. രാജ്യത്വം ഭരമേൽപ്പിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. മറ്റുള്ളവര് ഒന്ന് സൈലന്റ് ആക്കി വെക്കണേ, ഏതാരോഗ്യോ മൊബൈല് ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രാജ്യത്വം ഭരമേൽപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിത്തുകൾ കൊടുത്തു. പക്ഷെ ഒരു വ്യക്തി മാത്രം, നമുക്ക് വേണമെങ്കിൽ ഒരു A എന്നുള്ള പേര് അദ്ദേഹത്തിന് കൊടുക്കാം. ആ A എന്ന് പറഞ്ഞ വ്യക്തി മാത്രം എല്ലാ ദിവസവും ഈ വിത്ത് മണ്ണിലാക്കി ഒരു പോട്ടിലാക്കി, അതായത് ഒരു ചട്ടിയിലാക്കി ഇതിങ്ങനെ വെള്ളം ഒഴിക്കും, അങ്ങനെ വളർത്താനായിട്ട് നോക്കുകയാണ്. ഒരിക്കൽ പോലും അത് മുളയ്ക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം ഭയങ്കര വിഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ഒരു വർഷം അങ്ങനെ പിന്നീടാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഇളക്കി വെള്ളമൊഴിക്കും, അതെന്താണെന്ന് നോക്കും, എന്തുകൊണ്ട് അത് വളരാത്തെന്ന് നോക്കും. ഈ വിത്ത് എന്നിങ്ങനെ ആൾ ഒഴിച്ചുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, വളരും എന്നുള്ള പ്രത്യാശയിൽ രാജാവ് പ്രഖ്യാപിച്ചു. ഇനി ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവരും തൻ്റെ ഫലങ്ങൾ ആയിട്ട് ഇവിടെ എത്തിച്ചേരണം എന്ന് പറയാണ്. അങ്ങനെ രാജാവ് വിളിച്ച വഴി എല്ലാവരും ചെന്നു. ഈ വ്യക്തിയും ചെന്നു. തൻ്റെ പോട്ട് കാലിയായിട്ടുള്ള ആ ഒരു ചട്ടിയുമായിട്ട് ചെല്ലാണ്. വിത്തുണ്ട്, പക്ഷെ മുളയ്ക്കാത്ത വിത്തുമായിട്ട് ചെല്ലാണ്. ബാക്കി എല്ലാവരും തന്നെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളും അല്ലെങ്കിൽ ഫലങ്ങളുമായിട്ടാണ് ചെല്ലുന്നത്. എല്ലാവരും മുന്നേ ചെന്നു രാജാവിനെ സമർപ്പിച്ചു. തൻ്റെ ഭംഗിയുള്ള വൃക്ഷങ്ങളും അല്ലെങ്കിൽ തൻ്റെ ഭംഗിയുള്ള പൂക്കളടങ്ങുന്ന ചട്ടികളൊക്കെ ആയിട്ട് രാജാവിന് സമർപ്പിച്ചു. രാജാവ് എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞു. അവസാനം ഇദ്ദേഹം ചെല്ലുകയാണ്, ഈ A എന്ന് പറയുന്ന വ്യക്തി ചെല്ലുകയാണ്. തൻ്റെ കാലിയായിട്ടുള്ള ആ വിത്ത് മാത്രം അടങ്ങുന്ന ആ ഒരു ചട്ടിയുമായിട്ട് ചെല്ലുകയാണ്. രാജാവ് ചോദിച്ചു, എവിടെയാണ് തൻ്റെ ഫലം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ പരിശ്രമിച്ചു, വെള്ളമൊഴിച്ചു, വളമിട്ടു, എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളെല്ലാം ചെയ്തു, പക്ഷെ ഇത് മുളച്ചില്ല എന്ന് പറഞ്ഞു. രാജാവ് ആ വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് മുതൽ നീ ഈ രാജ്യത്തിന്റെ രാജാവായിരിക്കും പറഞ്ഞു. എല്ലാവരും സ്തംഭിച്ചു പോയി. എന്തുകൊണ്ടാണ് ഇത് വിത്തിട്ടിട്ട് മുളയ്ക്കാത്ത ഒരു വ്യക്തിയുടെ ആണോ രാജാവായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും തന്ന വിത്ത് ഞാൻ പുഴുങ്ങിയ വിത്ത തന്നത്, വേവിച്ച വിത്താണ് തന്നത്, ഒരിക്കലും മുളയ്ക്കാത്ത വിത്തുകളാണ് ഞാൻ തന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചു, ആത്മാർത്ഥത കാണിച്ചില്ല, വിശ്വസ്തത കാണിച്ചില്ല. ഈ ഒരു വ്യക്തി മാത്രമാണ് വിശ്വസ്തരായിട്ട് ഇത് മുളച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ആ ധൈര്യം അദ്ദേഹം കാണിച്ചു, ആ ഒരു ആത്മാർത്ഥത കാണിച്ചു. പക്ഷെ ആൾക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. ആൾ മാക്സിമം തൻ്റെതായ രീതിയിലെല്ലാം ചെയ്തു. പക്ഷെ വളരാത്തതിൽ അദ്ദേഹം വേദനിച്ചു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വസ്തത എന്നുള്ള, ആത്മാർത്ഥത എന്നുള്ള ആ ഒരു മനസ്സിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു സ്വഭാവം അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അതോടുകൂടിയിട്ട് രാജാവ് പറഞ്ഞു, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ അധ്വാനിക്കുന്നുണ്ടാകാം,
പലപ്പോഴും ഫലമൊന്നും കിട്ടണമെന്നൊന്നുമില്ല. അധ്വാനം മാത്രമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ടുള്ള അധ്വാനമായിരിക്കണം നമ്മളിൽ നിന്ന് കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മള് മറച്ചു വെച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്തൊന്നിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ മറച്ച് നമ്മുടെ വ്യക്തിത്വത്തെ മൂടി വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ആർക്കൊക്കെ വേണ്ടി നമ്മൾ സ്തുതിപാഠകരായി മാറുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആത്മാർത്ഥത എന്നുള്ളത് തൻ്റെ വ്യക്തിത്വമാണെന്നും താനാണെന്നും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുക. പലപ്പോഴും ചതി, വഞ്ചന ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കട്ടെ നമ്മൾ എന്നും ഉണ്ടാകേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു കൊച്ചു സന്ദേശം ഞാൻ നിർത്തുകയാണ്. ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഒന്ന് രണ്ട് നമ്മുടെ ദർശനവുമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഒരു വീട് നമ്മൾ തറക്കല്ലിട്ടു, സിജോന്റെ വീടിന് തറക്കല്ലിട്ടു. പക്ഷെ ഈ വർഷം സിജോന്റെ വീട് പൂർത്തീകരിക്കണം. പക്ഷെ അതിനായിട്ടുള്ള ഫണ്ട് നമുക്ക് ഇതുവരെയായിട്ടും ആയിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ദിവസങ്ങളിൽ എവിടെന്നെങ്കിലും നമുക്കൊരു കിട്ടുന്ന സപ്പോർട്ട് വെച്ച് നമ്മൾ അവനെ സഹായിക്കാനായിട്ട്, ഈ വർഷത്തെ വീട് അവനാണ്, സിജോനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സിജോന് വേണ്ടി പ്രാർത്ഥിക്കണം. സിജോന്റെ വീട് അത് പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 15ാമത്തെ വീടായിരിക്കും സിജോന് വേണ്ടി നമ്മൾ പണിത് കൊടുക്കുക, ദർശനയിൽ നിന്ന് പണിത് കൊടുക്കുന്നത് 15ാമത്തെ വീട്. പിന്നെ രണ്ടാമത്തത് നമ്മൾ പങ്ക് എന്ന പ്രൊജക്ട് അടുത്ത മാസം നമ്മൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഏകദേശം നമുക്ക് നമ്പർ 30 വ്യക്തികളാണ് ഈ വർഷം നമ്മൾ പുതുതായിട്ട് നമ്മുടെ ദർശനയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ദർശനയിൽ നിന്ന് എല്ലാവരും പോവാണെന്ന് പറയാം. പക്ഷെ എല്ലാ മാസവും ഒരു 25-30 പേരും വെച്ച് നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ആരും തന്നെ ഗവനിക്കാറില്ല. പോകുന്നത് മാത്രമേ നമ്മൾ ഗവനിക്കാറുള്ളൂ. പക്ഷെ ഏകദേശം 30ഓളം കുട്ടികൾ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ MIS എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ലീപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് എത്ര പേര് അവർ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പ്രോസസ്സിലാണ്. അപ്പൊ അടുത്ത മാസം മുതൽ പങ്ക് എന്ന പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കുന്നു. ഏകദേശം ഒരു 25ഓളം കുട്ടികൾ ആയി കഴിഞ്ഞു. അവര് ഓക്കെ ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഇനി ഒരു 5 കുട്ടികളുടെയും കൂടിയും അഭാവമേ ഉള്ളൂ. കുട്ടികളൊക്കെ ഏകദേശം ഒക്കെ നമുക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടിയും ഒന്നായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസം ഏതെങ്കിലും ഒരു ദിവസം, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 15ാം തീയതിക്കുള്ളിൽ പുതിയ ഭവനത്തിൽ തുടങ്ങണം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ പുതിയ ഭവനത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭവനത്തിൽ നമ്മൾ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത മാസം അതിന്റെ പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ അവർ ലേഡി ഓഫ് സോറോസിലെ ഫസ്റ്റ് ഗ്രൂപ്പില് ഒരു അമ്മച്ചിയുടെ വീടിന്റെ പുറത്തേക്ക് ഒരു മരക്കൊമ്പ് വീണ് ഒരു നമ്മുടെ റെയിൽവേയുടെ അടുത്താണ് അമ്മച്ചി താമസിക്കുന്നത്. ടിൻഷീറ്റാണ് ഉള്ള ഒരു വീടാണ്. അതും റെയിൽവേയുടെ പാതി ഭാഗം റെയിൽവേ ഈ ചേച്ചിയുടെ വീടിന്റെ പാതി ഭാഗം അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വീടിന് വെക്കാനായിട്ടുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് പഞ്ചായത്തുകാർ അവിടെ സഹായിക്കാനായിട്ട് സാധ്യതയില്ല. പള്ളി ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് അവർ സഹായിക്കുന്നുണ്ട്. നമ്മളും ബാക്കിയുള്ള എമൗണ്ട് കൊടുത്ത് ഒരു ടിൻഷീറ്റ് മാറ്റിയിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞു വീടാണ്. ടിൻഷീറ്റ് ഉള്ള ഡ്രസ് വർക്ക് ചെയ്തൊരു വീടാണെന്ന് മാത്രമേ ഉള്ളൂ. ഡ്രസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർക്കയുടെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തെന്നുള്ളതല്ല, ഒരു കുഞ്ഞു വീടാണ്. അപ്പൊ ആ വീട്ടിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വരിക. വ്യക്തമായിട്ട് അത് ഈ ഓമന എന്ന് പറഞ്ഞ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അവനെ ചേച്ചിയുടെ ഭർത്താവില്ല. ഒരു മകനുണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചു. മകളാണ് ഉള്ളതെങ്കിൽ ഓൾമോസ്റ്റ് ഡൈവേഴ്സ് വക്കീലാണ്. 3 കുട്ടികളാണ് ആ മകൾക്കുള്ളത്. 3 പെൺപിള്ളേരാണ് ഉള്ളത്. അവരൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മളൊരു ചെറിയ സഹായം, അധികം വലിയ സഹായമല്ല, മറിച്ചൊരു 50,000 രൂപ അടങ്ങുന്ന ഒരു ചെറിയ സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുവഴിയായിട്ട് അവർക്ക് ഭവനം ചോരാതെ ഒരു ഭവനം അവർക്ക് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആരെങ്കിലും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക, അത്ര മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ബാഗ് വിതരണം നമ്മൾ നടത്തും. ഏകദേശം ഒരു 100ഓളം പേർക്ക് നമ്മൾ ബാഗ് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്യാവശ്യമുള്ള നമ്മൾ ഏകദേശം ഒരു 80ഓളം പേര് ആയി കഴിഞ്ഞു. ഒരു 20 പേരും കൂടിയാണ് നമുക്കിനി തയ്ക്കാനുള്ളൂ.
അപ്പൊ ഇനി ആർക്കെങ്കിലും ബാഗ് കിട്ടിയില്ല, ബാഗ് ഞാൻ അറിഞ്ഞില്ല, നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും ഇടണം എന്നാണ് ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. ലീഡേഴ്സ് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അറിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവര് ബാഗിന് വേണ്ടിയിട്ട് സീമയെ വിവരം അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലൈസൻസിന്റെ പ്രോസസ്സുകളെല്ലാം നന്നായിട്ട് നടക്കുന്നു. ലൈസൻസിന് വേണ്ടിയിട്ട് എവിടെ നിന്നായാലും ലൈസൻസ് എടുക്കാം. കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലുള്ള വ്യക്തികൾക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് 25 പേരുടെ ഒരു ബാച്ചിനാണ് നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ വ്യക്തികളുണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ബാച്ചിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് കണ്ണിന്റെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പിന്നെ അതുപോലെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളുമായിട്ട് ജിഷോയെ സമീപിക്കണം. ലീന MJ നാട്ടികയാണ് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജിഷോയെ ആയിരിക്കും പേപ്പർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ PU സേട്ടനായിരിക്കാം RTO MVD ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് 3 പേരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ജിഷോയി ഒരു പുതിയ കാൻഡിഡേറ്റ് ആണ്. പഴയ പങ്കില് ഒരു ഫസ്റ്റ് ബാച്ചിൽ പങ്കിലെ ഒരു കുട്ടിയാണ് ജിഷോയി. അപ്പൊ ഇവര് 3 പേരായിരിക്കും ഇതിന്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനുണ്ടായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കണം. മാക്സിമം സ്പീഡപ്പ് ആക്കുകയാണെങ്കിൽ മാക്സിമം സ്പീഡിലേക്ക് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അത് പ്രവർത്തിച്ച് അവർക്ക് ലേണേഴ്സ് ലൈസൻസ് കൊടുക്കുന്നതായിരിക്കും. ആദ്യത്തെ ഒരു ദിവസം അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള ഒരു വരവുണ്ടാവേണ്ടി വരും. അത് കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വരവുണ്ടാവേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ക്ലിയർ ആയി ലേണേഴ്സ് ടെസ്റ്റ് കിട്ടും. പിന്നെ ഒരു മാസം കഴിയുമ്പോഴാണ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ കൊടുത്തവർക്ക് അത് ആദ്യം കൊടുക്കുന്നവർക്ക് ആദ്യത്തെ 25 പേർക്ക് കിട്ടുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളെ അറിയിക്കും. എല്ലാ ആഴ്ചയിലും ഇതുപോലെയുള്ള മെസ്സേജുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛാ. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്തിരി സമയം ചെലവഴിച്ചു ഒരു നല്ല കഥ പറഞ്ഞു തന്നതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന റെവറൻഡ് ഫാദർ ലിൻഡോ CMI അച്ഛൻ സേവനഗിരി സേവനാലയ സൊസൈറ്റി സൈക്കോ സോഷ്യൽ പുനരധിവാസ കേന്ദ്രത്തിലെ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ലിൻഡോ മാടമ്പി, CMI കോൺഗ്രേഷനിലെ അച്ഛനാണ്. ഞാനിപ്പോ ആയിരിക്കുന്നത് സേവനഗിരി എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്. അവിടെ ഇതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള നമുക്ക് 41 മക്കളാണുള്ളത്. ആ ഒരു സ്ഥാപനത്തിന്റെ ഇൻചാർജ് ആണ്. അപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ആയിരിക്കുന്നത്. ഞാൻ അങ്ങനെ റിസോഴ്സ് പേഴ്സണോ സ്പോക്സ് പേഴ്സണോ ഒന്നല്ല. എന്നിരുന്നാലും എന്നെ വിളിച്ചതിന് ഒത്തിരി സന്തോഷം. എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഞാനിപ്പോ ആയിരിക്കുന്ന ആ സ്ഥാപനത്തിൽ ഞാനിപ്പോ 5 വർഷമായി. 2 വർഷം അതിന് ഇൻചാർജ്, 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ തൊട്ടടുത്തുള്ളൊരു കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അങ്ങനെ താല്പര്യമായപ്പോ ഞാൻ അതിനെ ഇൻചാർജായി വന്നത് മാത്രം. എല്ലാം ദൈവത്തിന്റെ ഒരു എന്ന് പറയില്ലേ ഒരു ഇടപെടലൊക്കെ. അപ്പൊ എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓഡിയബിളാന്ന് തോന്നുന്നു. ഓക്കെ. ഒത്തിരി സന്തോഷം. ഇതുപോലത്തെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ സോളമൻ അച്ഛനെ ഞാൻ പണ്ടേ മുതൽ പരിചയമുണ്ട്. സോളമൻ അച്ഛന്റെ ഒത്തിരി കാര്യങ്ങളിൽ എന്താ പറയാ വളരെയധികം ഞാൻ റെസ്പെക്ട് ചെയ്ത് ഞാൻ ബ്രദർ ആയിരിക്കുന്ന സമയത്ത് തന്നെ സോളമൻ അച്ഛനെ പരിചയമുണ്ട്. സോളമൻ പല കാര്യങ്ങളിലും നേരിട്ടല്ലെങ്കിലും ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഒത്തിരി എന്താ പറയുക ബഹുമാനമുണ്ട്. ഒത്തിരി അത് ശരിക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കാണ്. എന്റെ അവിടെയുള്ള ഒരു ചേട്ടായി പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ആളടുത്ത് എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പറയുന്ന ഒരു ആളുടെ ഡെഫിനേഷൻ ഉണ്ട്. അതെനിക്ക് വളരെ എന്താ പറയാ നമുക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. ഏബിൾ ടു റെസ്പോണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു ഡെഫിനേഷൻ. റെസ്പോൺസിബിലിറ്റിക്ക് ആൾ പറയുന്ന ഒരു ഡെഫിനേഷൻ അതാണ്. അത് തീർച്ചയായിട്ടും എന്ന് പറയില്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതായത് ഏബിൾ ടു റെസ്പോണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ ഏബിൾ ആണ് എല്ലാത്തിനും. ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏബിൾ ആണ്. പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ കണ്ടില്ലെന്ന് ഭാവിച്ച് അത് എന്റെ സ്പേസ് അല്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കണ്ടില്ലെന്ന് ഭാവിച്ച്
അത് വേറെ ആരെങ്ങളുടെയും എന്താ പറയുക സ്പേസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടില്ലെന്ന് ഭാവിച്ച് മറുവശത്തൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എല്ലാ കാര്യത്തിനും നേരത്തെ സോമനാച്ചൻ പറഞ്ഞ പോലെ നമ്മൾ ധൈര്യം കാണിക്കണം. അത് എന്തിനു വേണ്ടി? നല്ലതിനു വേണ്ടി ധൈര്യം കാണിക്കണം, നന്മയ്ക്ക് വേണ്ടിയുള്ള ധൈര്യം കാണിക്കണം. ഒരു പക്ഷെ ചിലപ്പോൾ അതിനതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. ഞാൻ അത് റെസ്പോണ്ട് ചെയ്തു. അത് പലതരത്തിലുള്ള ഡിസേബിൾ ആയിരിക്കാം, എന്തൊക്കെ ആയിക്കോട്ടെ ആണെങ്കിലും ഞാൻ ആയിരിക്കുന്ന ആ ചുറ്റുപാടിൽ എനിക്ക് നൽകപ്പെട്ടതിനെ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി അത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് അതിനെ മറന്നു കളയുക, അറിഞ്ഞറിയാതെയോ മറന്നു കളയുകയാണ്. അപ്പൊ ആ ഒരു തരത്തില് ആകാതിരിക്കാനും നമ്മൾ ഒന്ന് ശ്രമിക്കുന്ന നല്ലതാണ്. അപ്പൊ കുറെ വ്യത്യാസങ്ങൾ കടന്നു വരും. അപ്പൊ അതാണ് എനിക്ക് ആദ്യമായിട്ടൊന്ന് ഈ ഗ്രൂപ്പിനോട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കൊച്ചു കാര്യം. ഞാൻ ഇവിടെയുള്ള ആരും അറിയില്ല, സോമനച്ചൻ അറിയാം, പിന്നെ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു ചാട്ടായനെ അറിയാം. പ്രത്യേകിച്ച് ഞാൻ ആരും പരിചയമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് പലതരത്തിലുള്ള വ്യക്തികളുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് ഷെയർ ചെയ്യാനുള്ള കൊച്ചു ചിന്തയാണ് ഏബിൾ ടു റെസ്പോണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ കൊച്ചു ചിന്ത, എന്റെ വാട്സപ്പിന്റെ ആ ഒരു എന്താ പറയാ അതില് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ള കാര്യമാണ്, സ്മൈൽ ആൻഡ് മേക്ക് അതേഴ്സ് സ്മൈൽ. അതൊരു കൊച്ചു ഉദാഹരണം. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ ചിരിക്കുന്ന മുഖത്തെയാണ് നമ്മൾ തിരിച്ചു കാണാൻ ആഗ്രഹിക്കുക. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് കരഞ്ഞ മുഖത്തിനെ കാണാൻ ആരും ആഗ്രഹിക്കുമോ? ആരും ആഗ്രഹിക്കില്ല, ഇല്ലല്ലോ. കരഞ്ഞുകൊണ്ട് തിരിച്ച് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടാൻ ആരും ഇഷ്ടപ്പെടില്ല. നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ട് തന്നെ ആണ്. അപ്പൊ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മോട് നോക്കി ചിരിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരിക്കും. അതിന് ഇതുപോലെ തന്നെ ചെറിയ സ്ഥാപനത്തിന് ഇൻചാർജ് ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ട്രെയിനും പരിപാടിയും ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് അതിനൊരു റിലീഫ് കിട്ടിയിരിക്കുന്നത്, ഞങ്ങളുടെ അവിടെ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ ചെറുപ്പമാണ്, പക്ഷെ അവന്റെ ചില സമയങ്ങളിൽ ഒരു പ്രത്യേക ഒരു ചിരി ഉണ്ട് അവന്റെ മുഖത്ത്. വളരെ നിഷ്കളങ്കത്വം, വളരെ അനുഗ്രഹീതവും വളരെ ആശ്വാസമായ ചിരിയുണ്ട്. പലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ടെൻഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിൻസ് ഇങ്ങനെ അവസ്ഥക്ക് വരുമ്പോ അവരുടെ കൂടെ പാസ് ചെയ്യുമ്പോൾ അവൻ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു പ്രത്യേക ചിരിയുണ്ട്. ആ ചിരി എനിക്ക് പലപ്പോഴും എന്നെ വളരെയധികം എന്ന് പറയില്ല, നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒരു പ്രത്യേക ആശ്വാസവും അതുപോലെ തന്നെ പ്രത്യേക ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് അവൻ ഭയങ്കര എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ എംആറാണ്, അവൻ്റെ കുറെ ഇഷ്യൂസ് ഒക്കെ അവനുണ്ട്. ഒക്കെ നമ്മളൊക്കെ ചെയ്തു കൊടുക്കൊക്കെ വേണം. ചിലപ്പോഴൊക്കെ നമ്മൾ എല്ലാം അവനെ കൊണ്ട് നടത്തി ചെയ്തൊക്കെ വേണം. പക്ഷെ അവന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യമാണ് ചിരിക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക. അത് തമ്പുരാൻ അല്ലെങ്കിൽ സർവേശ്വരന്റെ കൂട്ടത്തിലെ അനുഗ്രഹമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏബിൾ ടു റെസ്പോണ്ട്. നമ്മളെല്ലാവരും ഏബിൾ ആണ്, പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ മറന്നു പോവുക അല്ലെങ്കിൽ മറന്നു നമ്മൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സ്മൈൽ ആൻഡ് മേക്ക് അതേ സ്മൈൽ, അത് വലിയൊരു കാര്യമാണ്. അത് നമുക്ക് എന്താ പറയാ, ചുണ്ടുള്ളവർക്ക് അല്ലെങ്കിൽ കണ്ണുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റും. ആര് എങ്ങനെയൊന്നുമില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 100 പേരിൽ ചിലപ്പോൾ 100 പേർക്ക് തന്നെ അല്ലെങ്കിൽ 99 പേർക്ക് തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടേതായ ആ ഒരു അവസ്ഥ അത് അക്സെപ്റ്റ് ചെയ്ത് അത് അംഗീകരിച്ച് അതിനെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെട്ടത് കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടിയതിനെ നമ്മൾ സ്നേഹിച്ച് ഇഷ്ടപ്പെടാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് സ്മൈൽ മേക്ക് അതേ സ്മൈൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. മൂന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കണ്ണാടിയുടെ കാര്യം. നമ്മളൊന്ന് ചിരിച്ചിട്ട് കണ്ണാടി നോക്കുകയാണെങ്കിൽ നമുക്ക് ചിരിച്ച റിഫ്ലക്ഷൻ കിട്ടും. പക്ഷെ ഇത് തിയറിറ്റികൾ പറയാൻ എളുപ്പമാണെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇഷ്ടപ്പെടുന്നത് കണ്ണാടി നോക്കിയിട്ട് ചിരിച്ചിട്ടുള്ള ഒരു ഫേസ് ആണ്, റിഫ്ലക്ഷൻ ആണ്. നമുക്കത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ നാലാമതായിട്ട് എനിക്ക് നിങ്ങളായിട്ട് ഈ എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട് എനിക്കത് പങ്കുവയ്ക്കാനുള്ളത് കൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിക്കുക. അത് പക്ഷെ ഫിസിക്കലി നമുക്ക് പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് മറ്റു പലതരത്തിലാകാൻ പറ്റും. കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞത് അത് എനിക്കൊരു കൊച്ചു തൊട്ട് ഇതുപോലെ എനിക്ക് കിട്ടിയതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല. ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും പല വീടുകളും കാണുന്നത്. അത് പ്രായമായിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനായിരിക്കും, പാരന്റ്സിനായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കാം. ഏത് സ്റ്റേജിലുള്ള വ്യക്തികൾ നോക്കുകയാണെങ്കിൽ തന്നെ
നോക്കുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നില്ലാത്ത അവസ്ഥ. അപ്പൊ കൂടെ ആയിരിക്കാം. ആ കൂടെ ആയിരിക്കണമെങ്കിൽ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് അറിയുക, നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നമുക്ക് ഉള്ളവരെ അറിയാനായിട്ട് പരിശ്രമിക്കുക. പലപ്പോഴും നമുക്ക് ഇങ്ങോട്ട് കിട്ടണം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറ്. നമ്മൾ പലപ്പോഴും അത് തീർച്ചയായിട്ടും സ്വാഭാവികമാണ്, മാനുഷികമാണ്. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്താണോ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അവർക്ക് തിരിച്ചു ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ കുറെ വ്യത്യാസം വരികയും, എനിക്ക് അത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, അങ്ങനെയൊക്കെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം നമുക്ക് വലിയൊരു അറിവ് നൽകും. നമ്മോടൊപ്പം ആയിരിക്കുന്നവരെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും. ആ അറിവാണ് രണ്ടാമതായിട്ട് നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും പലരും എനിക്ക് അങ്ങോട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് സ്നേഹമില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം നമുക്ക് അവരെ കുറിച്ചും അവർക്ക് നമ്മെ കുറിച്ചും യാതൊരുവിധ അറിവില്ല. ഫിസിക്കലി അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കുറെ അറിവൊക്കെ ഉണ്ടായി, പക്ഷെ യഥാർത്ഥമായ അറിവ് നമ്മൾ നേടിയെടുത്തിട്ടില്ല നമ്മോട് കൂടെ ആയിരിക്കുന്നവരെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ടതിനെ കുറിച്ച്, നൽകപ്പെട്ടവരെ കുറിച്ച് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. ആ സ്നേഹമാണ് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കും. അതാണ് കൂടെ ആയിരിക്കാൻ. ഈ 4 കാര്യങ്ങളാണ്. ഇതും ഞാൻ എൻ്റെ ആയിരിക്കുന്ന ആ ആശ്രമത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു കാര്യമാണ്. ഞാൻ രാവിലെ അവിടുത്തെ മക്കളെ കുളിപ്പിക്കാനായിട്ട് അതിനു വേണ്ടി ഒരുങ്ങിയ സമയത്ത് അവിടുത്തെ മക്കളിൽ ഒരാള് എന്നെ വളരെയധികം ചീത്ത പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ ആളെന്നെ എന്റെ മുഖത്ത് നോക്കി തുപ്പി. പക്ഷെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ഉള്ള കാര്യം പറയാലോ. പെട്ടെന്ന് നല്ല ദേഷ്യം വന്നു. ഞാൻ അങ്ങോട്ട് തിരിച്ച് പുള്ളിയുടെ അടുത്ത് ചീത്ത പറഞ്ഞു. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ എന്റെ ഒരു ചിന്ത വന്നത് ഇങ്ങനെയാണ്, അവൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ടല്ല ഞാനും അവിടെ ആയിരിക്കുന്നത്. ആ ഒരു വ്യക്തികൾ അവിടെ ആയിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളതും ആ സ്ഥാപനം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിന് ഇൻചാർജ് ആയിട്ട് വന്നത്. ആ ഒരു അറിവാണ്, അത് ഒരു പ്രത്യേക അറിവായിരുന്നു. നിങ്ങൾക്കത് എത്രമാത്രം അത് മനസ്സിലാവാൻ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് വ്യക്തിയോട് നല്ലൊരു ദേഷ്യം വന്നു. കാരണം ആളെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ ആളെ എന്നെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിന് വീണ്ടും ചോദിച്ചപ്പോ തിരിച്ചു മുഖത്തേക്ക് തുപ്പുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് നല്ല ദേഷ്യം വന്നു. ഞാൻ അങ്ങോട്ടും തിരിച്ചെത്ത് പറഞ്ഞൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ചിന്ത തോന്നി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു, അവൻ അവിടെ ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ആ അറിവ് വന്നപ്പോ പിന്നെ ഞാൻ അവനെ വളരെയധികം സ്നേഹിക്കാനായിട്ട് പരിശ്രമിച്ചു. അവന് ഞാൻ പറയുന്നതൊക്കെ പിന്നീട് ചെയ്യാനായിട്ട് അവൻ വളരെയധികം സഹകരിച്ചു. ചില സമയങ്ങളിൽ ചില ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷെ സ്വഭാവം എന്നാലും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അവൻ എന്നെ ചെയ്തതിന് തിരിച്ച് എനിക്ക് അങ്ങോട്ടും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം ചെയ്തു ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നപ്പോഴേക്ക് വളരെ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിച്ചു. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നുകൊണ്ട് പിന്നെ എനിക്ക് അവനെ നേടാൻ പറ്റി, അവനെ കൂടെ ചേർത്ത് പിടിച്ച് എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റി. ഇപ്പൊ 2 വർഷത്തോളായി ഞങ്ങൾ ആരും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് കുഞ്ഞു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി അവൻ ബെറ്ററിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറെ അനുസരിക്കും. പക്ഷെ അതാണ് ഞാൻ അവനെ അറിയാൻ അതിനുശേഷം ശ്രമിച്ചു. അപ്പൊ എനിക്ക് അവനെ നേടാൻ പറ്റി. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്ത് എല്ലാണ്ടോ വെച്ചാൽ എല്ലാണ്ട്, പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഫിസിക്കലി പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ട് മറ്റുള്ളവരെ കൂടെ പിടിക്കാൻ സാധിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങള് എന്താ പറയാ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ, നമ്മുടെ അവസ്ഥയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? പ്രാധാന്യം ഉണ്ടാ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഏബിൾ ടു റെസ്പോണ്ട്, നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് ഏബിൾ ആണ്, നമുക്ക് കഴിവുള്ളവരാണ്. അത് പലർക്കും പല തരത്തിലായിരിക്കാം, അതിൻ്റെതായ കുറവും പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മള് ഏബിൾ ആണ്. അപ്പൊ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അവിടെ നമ്മൾ കണ്ടില്ലെന്ന് ഭാവിച്ച് മറുവശത്ത് കടന്നു പോകാതെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമത്തത് നമ്മള് ഒരു പക്ഷെ നമ്മളൊരു ചിരി മറ്റുള്ളവരുടെ മോട്ടിവേഷൻ ആയിരിക്കും. അത് ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ സാധിക്കുന്നത് പോലെ എളുപ്പമുള്ള കാര്യമെല്ലാം എനിക്കറിയാം. എന്നാലും സ്മൈൽ ആൻഡ് മേക്ക് അതേ സ്മൈൽ. നമ്മൾ ചിരിക്കുക. നമ്മുടെ ചിരി കാണുന്നവർക്ക് അവർക്കും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അവർക്ക് ചിരിക്കാനായിട്ട് സാധിക്കും. ആ ചിരി അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയില്ലേ ഒരു അവാർഡ് അല്ലെങ്കിൽ വലിയൊരു സമ്പത്തൊക്കെയാണ്. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ച് നമുക്ക് നോക്കി ചിരിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലെങ്കിൽ സമ്മാനം ഏറ്റവും വലിയ സ്വത്തൊക്കെ ആയിരിക്കും. മറ്റത് നമ്മള് കണ്ണാടിയെ നോക്കിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ചിരിച്ചിട്ട് മുഖമാണ്. അവിടെ കരയുന്ന മുഖം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ നമ്മള്
ചിരിക്കാനായിട്ട് മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് സാധിക്കാവുന്ന തരത്തിൽ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. നാലാമത് കൂടെയായിരിക്കാനായിട്ട് നമ്മൾ അറിയാം നമുക്ക് നൽകപ്പെട്ടത്, അത് വ്യക്തികളായിരിക്കാം വസ്തുക്കളായിരിക്കാം, നൽകപ്പെട്ടതിനെ കുറിച്ച് അറിയാം. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറുന്ന അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് അവരിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവര് അത് എന്നെ നേടുന്നുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മോട് നാം ചോദിച്ചു തന്നെ അതിനുത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുക. ഒപ്പം ആ അറിവ് നമുക്ക് കൂടുതൽ അവരെ സ്നേഹിക്കാനും അവർക്ക് നമ്മെ സ്നേഹിക്കാനും സാധിക്കും. ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളത്. ഒത്തിരി ഉപകാരം. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് പ്രത്യേകം നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ, താങ്ക് യു. വളരെ നല്ല കാര്യങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനും ഇത്രയും നേരം ഞങ്ങളോട് ഇത് ചെലവഴിച്ചതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അടുത്തത് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഡോക്ടർ ആഷ്ന ജോയിയാണ്. മാം അമല മെഡിക്കൽ കോളേജിലെയാണ്. പുകയില വിരുദ്ധ ഭാരതിനെ കുറിച്ച് പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം മാം. ഞാൻ ഡോക്ടർ ആഷ്ന. ഞാനിവിടെ അമല മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ PG ആണ്. അപ്പൊ ശരിക്കും ഞാനിപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു അരമണിക്കൂറായിട്ട് കോളിൽ ഉണ്ടായിരുന്നു. അപ്പോ ശരിക്കും അച്ഛൻ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായത് നമ്മൾ ശരിക്കും റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ടോക്ക് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ ശരിക്കും നമ്മളിപ്പോ ഇപ്പം സ്മോക്കിങ്ങിന്റെ കാര്യമായാലും നമ്മുടെ വീട്ടിനടുത്തും നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളായാലും നമ്മുടെ മുതിർന്നവരായാലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം എന്നെ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ഞാൻ പുറത്ത് മഴയുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. ക്ലിയർ ആണ്. അപ്പൊ ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോ ഇവിടെ ഈ കോളിൽ അറ്റൻഡ് ചെയ്യാൻ കാരണം മെയ് 31 ഒരു പ്രത്യേക ദിവസമാണ്. അത് നമ്മള് പുകയില വിമുക്ത ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അല്ലെങ്കിൽ വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഇന്ത്യയിൽ മാത്രം തന്നെ 13 ലക്ഷം ആളുകളാണ് ടൊബാക്കോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 13 ലക്ഷം ആളുകളാണ് ടൊബാക്കോ ഉപയോഗിച്ച് മരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ കണക്കാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആൾക്കാരാണ് പുകയില ഉപയോഗിച്ച് മരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദിവസത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മളിപ്പോ ഒരു ടൊബാക്കോ പുകയില, അതായത് പുകയില നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മൾ പലരും പല രൂപത്തിലായിരിക്കും എടുക്കുക. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബീഡി, സിഗരറ്റ്, പാൻ മസാല, ഗുട്ക എന്നീ പല രൂപങ്ങളിലായിട്ടായിരിക്കും നമ്മൾ പുകയില ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഈ പുകയില ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്? അതിപ്പോ നമ്മുടെ ബോഡിയിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, രക്തക്കുഴലുകളുണ്ട് അല്ലെ? ചെറുതും വലുതുമായിട്ടുള്ള രക്തക്കുഴലുണ്ട്. അത് നമ്മൾ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന ഓസില്ലേ, അതായത് നമ്മള് പൈപ്പ് പോലത്തെ സാധനം നമ്മൾ ചുരുക്കി എന്താ സംഭവിക്കുക? നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ പൈപ്പിന്റെ മറ്റേ അറ്റത്ത് വെള്ളം വരുന്ന ഫോഴ്സ് കുറയും, അല്ലെങ്കിൽ അളവ് കുറയും. അതേ സെയിം പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോ ബ്ലഡ് വെസൽസ്, അത് ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മൾ പുകയില ഉൽപ്പന്നങ്ങളിൽ. ഈ നിക്കോട്ടിൻ നമ്മൾ ദീർഘകാലമായിട്ട് ശരീരത്തിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഈ രക്തക്കുഴലുകൾ അത് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ബ്ലഡ് വെസൽസ് എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മള് ഹൃദയം അല്ലെങ്കിൽ ലങ്സ്, കിഡ്നി എന്നിവയിലോട്ടുള്ള രക്തയോട്ടമാണ് ഈ ബ്ലഡ് വെസൽസ് ചെയ്യുന്നത്. അപ്പോ ഈ നിക്കോട്ടിൻ ഈ ബ്ലഡ് വെസൽസിൽ പോയിട്ട് ഈ ബ്ലഡ് വെസൽസ് ചുരുക്കുകയും അങ്ങോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് രക്തയോട്ടം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ രക്തയോട്ടം കുറയുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം, അതേപോലെ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തലച്ചോറിലെ രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് പുകയില ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പുകവലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്വാസകോശം സംബന്ധമായ അർബുദം എന്നിവ ഉണ്ടാക്കും. അതേപോലെ നമ്മൾ
ഇപ്പോൾ പാൻസാൽ വായിൽ കൂടിയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓറൽ ക്യാൻസർ, വായിക്കകത്തുണ്ടാകുന്ന ക്യാൻസർ, അല്ലെങ്കിൽ ത്രോട്ട് ക്യാൻസർ, തൊണ്ടയ്ക്കുള്ളിലെ ക്യാൻസർ എന്നിവ ഉണ്ടാകും. ഇനി ദീർഘകാലമായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ വിട്ടുമാറാൻ നിൽക്കുന്ന ചുമ, കഫക്കെട്ട്, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. COPD അങ്ങനത്തെ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടായേക്കാം. അപ്പൊ നമുക്ക് എന്താണ് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ ശരിക്കും പുകയില ഉപയോഗിക്കുന്ന ആളാവാം, അല്ലാതാവാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ പുകയില ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നാളെ തന്നെ ഞാൻ പുകയില നിർത്താൻ പോവാണ്, ഞാൻ എല്ലാം ഉപേക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞാലും പലർക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാൽ നമ്മൾ ക്രമേണ, അതായത് ദിവസങ്ങളെടുത്ത് ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം അതിന്റെ ഉപയോഗം കുറച്ച് വരും. രണ്ടാമത്തെ കാര്യം, നമുക്കിപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ വീടിന് ചുറ്റും ആൾക്കാര്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പിള്ളേര്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ്, യുവതലമുറയിലെ ആൾക്കാർ പുക വലിക്കുമ്പോൾ നമുക്ക് അവരുടെ ശകാരിച്ച് പറയണം എന്നല്ല, അതായത് അവരെ ഒഫൻഡ് ചെയ്യുന്ന രീതിക്ക് പറയണം എന്നല്ല, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അപ്പൊ അത് നീ കുറയ്ക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, ഇപ്പോ പുകയില ഉൽപ്പന്നങ്ങൾ നമ്മളെ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ അത് യുവതലമുറയെ അല്ലെങ്കിൽ പിള്ളേരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ പാക്കേജിംഗ് ഒക്കെ ഉണ്ടാവുക. അതിന്റെ ഫ്രണ്ടിലത്തെ ചിത്രമായ പോലെ അതിന്റെ പാക്കേജിംഗ് ഒക്കെ ഉണ്ടാവുക. അപ്പം ഫോർ എക്സാമ്പിൾ അല്ലാതെയും നമ്മൾ സിനിമ മാധ്യമങ്ങളൊന്നും എത്ര ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് പറഞ്ഞാലും ഒരു പോർഷൻ പിള്ളേരിൽ പുകവലിക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതുമെല്ലാം സിനിമയിലും ഒക്കെ കാരണമാകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് പിള്ളേരിലായാലും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായാലും, ഇപ്പം 9, 10, +1, +2 പിള്ളേരിലായാൽ പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ രോഗലക്ഷണങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് പാസീവ് സ്മോക്കിംഗ്? പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു അടങ്ങിയ റൂമിലിരുന്ന് പുകവലിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ പുകവലിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല ആ പുക കൊണ്ട് ദോഷമുണ്ടാവും, നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മളെ കുഞ്ഞുമക്കൾ ഉണ്ടാവാം, അതേപോലെ പ്രായമായ ആൾക്കാരുണ്ടാവാം. അപ്പൊ അവർക്കും കൂടി ഈ പുക കൂടുതലായിട്ട്, ഈ ദീർഘകാലമായിട്ട് പുകയില എക്സ്പോസ്ഡ് ആയിട്ട് അവർക്കും രോഗലക്ഷണങ്ങൾ അവരും കാണിച്ചേക്കാം, അവരുടെ ആരോഗ്യനിലയും അപകടത്തിലായിരിക്കാം. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പുകവലിക്കെതിരെ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു മാം. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കും. താങ്ക് യു. അടുത്തത് നമുക്ക് നന്ദി അറിയിക്കുക എന്ന ചടങ്ങിലേക്ക് പോകാം. നന്ദി അറിയിക്കാനായി ശ്രീ ജിഫ്രീൻ ഇരിഞ്ഞാലക്കുടയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 205 സ്നേഹ സംഗമം വളരെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ സ്നേഹ സംഗമത്തിൽ അധ്യക്ഷനായ ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMXനോട് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത സേവാഗിരി സേവനാലയ സൊസൈറ്റി സൈക്കോ സോഷ്യൽ പുനരധിവാസ കേന്ദ്രം അഷ്ടമിച്ചിറ റവറർ ഫാദർ ലിൻഡോ CMI അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നന്ദി പറയുന്നത് മുഖ്യാതിഥിയായി ഈ സ്നേഹ സംഗമത്തിൽ എത്തിച്ചേർന്ന അമല മെഡിക്കൽ കോളേജ് തൃശൂർ ഡോക്ടർ ഹഷ്ന ജോയ് മാഡത്തെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം അതിമനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിമിൽ സെബാസ്റ്റ്യൻ ചേച്ചിക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇന്ന് ഈ സ്നേഹ സംഗമത്തിൽ അതിമനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച സിബി വർഗീസ് ചേച്ചിക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ ഷാലി വെങ്ങിശ്ശേരി ചേച്ചിക്കും റിപ്പോർട്ട് വായിച്ച ലീനി ചേച്ചിക്കും നമ്മുടെ PRO ആയ പിയൂഷ് ചോട്ടനും ദർശന സർവീസ് സൊസൈറ്റിയുടെയും ദർശന ക്ലബിന്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ വിവിധ തരം ഗ്രൂപ്പിൽ നിന്നും വന്ന ലീഡർമാർ, ഗ്രൂപ്പ് ഇൻചാർജുമാർ,
എല്ലാവർക്കും സ്നേഹസമൂഹത്തിന്റെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജിഫിൻ. വളരെ നന്ദി എല്ലാവർക്കും. ഭംഗിയായിട്ട് നന്ദി അറിയിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു.